കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ സിജുവിനും കുടുംബത്തിനും രക്ഷയായത് വീടിന് പിന്നിലെ മരങ്ങളും പാറയും. വീടിന്റെ ചുറ്റുഭാഗവും കുത്തിയൊലിച്ചുപോയി. മണിക്കൂറുകളോളം വീടിനകത്ത് കുടുങ്ങിപ്പോയ അനുഭവം പറയുകയാണ് ഷിജുവും ഭാര്യ പ്രിയയും. അവരുടെ വീട്ടിൽ അഭയം തേടിയവരും. ആദ്യം ഒരു 12:30 ആയപ്പോഴത്തേനും വല്ലാത്തൊരു ചെളിമണം, ഒരു ചപ്പിൻ്റെ ഒക്കെ മണം മൂക്കിലേക്ക് അടിച്ചിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നോക്കുന്നത്. അന്നേരം വലത്ത് സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ കല്ലും മണ്ണും വെള്ളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് വേഗം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ ഫോണിനകത്ത് കുറേ പേര് താഴേന്ന് വിളിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ ഞങ്ങളുടെ വീടായതുകൊണ്ട് താഴ്ഭാഗത്തുള്ളവരെല്ലാം വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ ഈ മണം അടിച്ചിട്ടാണ് എഴുന്നേറ്റ് വേഗം തിണ്ണയിലേക്ക് വന്ന് നോക്കുമ്പോൾ എങ്ങോട്ടാണ് ഓടേണ്ടതെന്ന് തിരിയുന്നില്ല. രണ്ട് സൈഡിൽ നിന്നാണ് പോകുന്നത്. വലത്ത് സൈഡിൽ നിന്ന് ഉരുളുപൊട്ടി പോകുന്നുണ്ട്, ഇടത്ത് സൈഡിൽ നിന്ന് പോകുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് ഭയങ്കര ശബ്ദം. അർദ്ധരാത്രിയിൽ അടച്ചിപ്പാറക്കുന്നിൽ വൻ ശബ്ദത്തോടെയാണ് ഉരുൾപൊട്ടിയത്. മുന്നറിയിപ്പിനെ തുടർന്ന് 12 വീടുകളിലെ കുടുംബങ്ങൾ ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും അഭയം തേടി. മലമുകളിൽ കഴിയുന്ന ഷിജുവും ഭാര്യ പ്രിയയും ഉൾപ്പെടെ 4 പേർക്ക് ഒഴിഞ്ഞു പോകാനായില്ല. ഇതിനിടെ അടുത്ത വീട്ടിലെ ഡെയ്സിയും ഷീനയും കുടുംബവും ബിജുവിന്റെ വീട്ടിൽ അഭയം തേടി. ഒരു മണിയാകുമ്പോൾ ആദ്യം വിളിച്ച് 1:30 ആയപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങളറിയാലോ, ഞങ്ങൾ അവിടെ തന്നെ ഉറങ്ങുള്ളൂ. മലമുകളിൽ നിന്ന് വൻ ശബ്ദത്തോടെ പാറയും മണ്ണും കല്ലും വെള്ളവും വീടിന്റെ 2 ഭാഗങ്ങളിലൂടെയും ഒഴുകിക്കൊണ്ടിരുന്നു. തിണ്ണ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തൊട്ട് താഴെയുള്ള വീട്ടിൽ നിന്നൊക്കെ വെട്ടം കാണുന്നുണ്ട്. മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ഒക്കെ ആയിട്ട് ലാസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ കല്ല് നമ്മുടെ നേരെ ഉരുണ്ട് വരുന്ന പോലത്തെ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അടുത്ത നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നതെന്ന് തോന്നുന്ന രീതിയിലാണ്. ഇരുട്ടായത് കാരണം ഒന്നും തിരിയുന്നില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ തിണ്ണ തന്നെ നിന്ന് എങ്ങോട്ടും ഓടണ്ടെന്ന് ചാച്ചൻ പറഞ്ഞു. ഒരു സ്ഥലത്തേക്കും പോകണ്ട, ഈ വീട്ടിൽ തന്നെ നമുക്ക് ഇരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ നിന്നിരുന്ന വീട്ടിലും കൂടെ കല്ലും മണ്ണും കൂടെ വന്നു എന്ന് പറഞ്ഞ് ഇവരിറങ്ങി ഓടി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ തിണ്ണയിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മാതിരി തന്നെ നിന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ അവിടെ ആ തിണ്ണയിൽ അങ്ങനെ കുറേ നേരം നിന്നു. ജീവിതത്തിനും മരണത്തിനുമിടയിലെ മണിക്കൂറുകൾ. പോകാൻ എവിടെയും ഇടമില്ലാതെ വന്നതോടെ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചതാണ്. നേരം വെളുക്കും വരെ പേടിച്ചു വിറച്ച് 3 കുടുംബങ്ങളിലെ 10 പേർ ഈ വീട്ടിനുള്ളിൽ. പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ. വീടിനു പിന്നിലെ തേക്കുമരങ്ങളും പാറയുമാണ് സുരക്ഷിത കവചമൊരുക്കിയതെന്ന് ഷിജുവും പ്രിയയും ആശ്വാസത്തോടെ കൂട്ടിച്ചേർക്കുന്നു. വിലങ്ങാട് നിന്ന് ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18.